ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഈ പറയുന്നത്. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൻ്റെ പറയുന്നതിന് മുന്നേ തന്നെ ഇന്ന് വരെ എന്താണ് എപ്പിസോഡിൽ നടക്കാനുള്ള കാര്യമെന്ന് ഒരാഴ്ചത്തെ എപ്പിസോഡ് മൊത്തം ഒരുമിച്ച് ചേർത്ത് തന്നെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എത്ര പേര് കണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ വീഡിയോ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിലും കൂടെ നടക്കുന്ന കാര്യം കാണാം കേട്ടോ. ഇന്ന് ഈ വീഡിയോ ഇച്ചിരി ലോങ് വീഡിയോ ആണ്. കാരണം ഇതുപോലെ തന്നെ ഇനി ഒരു 2, 3, 4 ദിവസത്തേക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ള കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ഒരുമിച്ചുള്ള ഒരു വീഡിയോ ആയതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും കേൾക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് കമൻറ്റ്സ് ഷെയർ ചെയ്യാൻ ആരും മറക്കണ്ട. അപ്പോൾ എപ്പിസോഡിനകത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, നമ്മൾ രോഹിത്ത് ഭയങ്കരമായിട്ട് കള്ള കുടിച്ച് വന്ന് സത്യഭാമയുടെ മുന്നിൽ പോലും കടന്ന് ഭയങ്കരമായിട്ട് സത്യഭാമ എല്ലാവരും ചതിക്കുവാണ്. ഈ നിൽക്കുന്ന ശ്യാമ നീ എന്നോട് മിണ്ടിപ്പോലും, നീ എന്നെ തൊട്ടുപോലും കണ്ട് ശ്യാമയുടെ കടുത്ത നിരാശയും വെറുപ്പും എല്ലാം കാണുന്നത്. എല്ലാവരും രോഹിതിനെ ചതിച്ചു, എല്ലാവരും ചതിയന്മാരാന്ന് പറഞ്ഞിട്ട് രോഹിത് എന്താണ് മേളിൽ സ്റ്റെപ്പ് കയറി പോകുന്നതൊക്കെയാണെന്നല്ലോ കാണിച്ചത്. അന്നേരം വിഷ്ണു ഒരു കാര്യം പറയുന്നുണ്ട്. രോഹിത് പറഞ്ഞ ഒരു കാര്യം നോക്കിയാൽ ശരിയല്ലേ അമ്മേ, കാരണം ഈ വീട്ടിൽ ഇപ്പം ഏറ്റവും പാഴ്ജന്മം ഞാനെന്ന വിഷ്ണു തന്നെയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു ഭയങ്കര സങ്കടപ്പെട്ട് പറയുമ്പം നമ്മുടെ രാഘവേട്ടൻ പറയുന്നുണ്ട്, എടാ മോനെ നീ അത് വിട്ടുകളാ, അവൻ കള്ളിൻ്റെ പുറത്ത് തന്നെയാണ്. അച്ഛാ കള്ളിൻ്റെ പുറത്താണെങ്കിൽ അവൻ പറഞ്ഞല്ലോ യാഥാർത്ഥ്യല്ലേ. വിഷ്ണുവിന് എന്തായിരിക്കുന്നത്, വിഷ്ണുവിനൊരു കുടുംബമുണ്ടോ, ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ, വിഷ്ണു ജോലിക്ക് പോകുന്നുണ്ടോ, ഒന്നുമില്ലല്ലോ. അവനല്ലേ എല്ലാം നോക്കുന്നു. ശരിയാ, ഈ വീട്ടിൽ എന്നെക്കാളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് പറഞ്ഞ പോലെ അവന് തന്നെയാണ് എന്നൊക്കെ നമ്മുടെ വിഷ്ണു ഭയങ്കര സങ്കടപ്പെട്ട് പറയുമ്പോഴത്തേക്കും നമ്മുടെ സത്യഭാമയ്ക്കാണെങ്കിലോ അത് ഭയങ്കര മനസ്സിൽ കൊണ്ടങ്ങ് സങ്കടമായിട്ട് സത്യഭാമയുടെ മുഖം വല്ലാണ്ടായങ്ങ് നിൽക്കുവാണ്. സത്യഭാമയ്ക്ക് ഒരു അക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല. പക്ഷേ എന്നാലും സത്യഭാമ എന്താണ് വിഷ്ണുവിൻ്റെ സങ്കടം കണ്ട് വിഷ്ണു അങ്ങോട്ട് പോകുന്നെങ്കിൽ പറയുന്നത്, എടാ വിഷ്ണു നീ അതങ്ങ് വിട്ട് കളയടാ പറയുന്നുണ്ട്. മോനെ നീ അതങ്ങ് വിട്ടുകള വിഷ്ണു, നീ എന്തിനാ സങ്കടപ്പെടുന്നത്, അവൻ കള്ളിൻ്റെ പുറത്ത് പറഞ്ഞല്ലേടാ, അവൻ നാളെ രാവിലെ നിന്നോട് അവൻ തന്നെ ഒന്ന് ക്ഷമ പറയുന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു പിന്നെ ഒന്നും മിണ്ടുന്നില്ല. വിഷ്ണു പിന്നെ നേരെ മേളിലേക്കും പോവാം. നമ്മുടെ ചന്ദ്രബോസാണ് ഇവനെ കൊണ്ടുവിട്ടെന്നുള്ള കാര്യം നമ്മുടെ രാഘവേട്ടൻ നമ്മൾ സത്യാമ്മയോട് പറയുമ്പം സത്യാമ്മയ്ക്ക് എന്താണ് ഒരു പന്തിയിട്ട് തോന്നുന്നത്. ചിലപ്പോൾ അവൻ കുടിച്ച് അവിടെ അങ്ങാണ്ട് ഇരുന്നപ്പം ചന്ദ്രബോസ് അവനെ കയറ്റിക്കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി വിട്ടിട്ട് പോയതായിരിക്കും. അല്ലാതെ അവർക്ക് തമ്മിൽ എന്ത് വരാനാണ്. അവൻ അറിഞ്ഞുള്ളൂ ചന്ദ്രബോസ് നമ്മൾ തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലാണ്. നമ്മൾ അത്രമാത്രം ദ്രോഹിച്ചവനെ ചന്ദ്രബോസ് എന്ന് അറിയുന്നപ്പം നമ്മൾ രോഹിത് അവനോട് കയറി കൂട്ടുകൂടിയതൊന്നും ആവത്തില്ല. കള്ളിൻ്റെ പത്തിനകത്ത് ഒരുമിച്ച് എന്താണ് വെച്ച് കണ്ടപ്പോഴത്തേക്കും കൊണ്ടുവന്നേക്ക് രാഘവേട്ടൻ വന്നിട്ട് നമ്മൾ സത്യഭാമ അതങ്ങ് ഒഴുക്ക മട്ടിലും കളയുവാണ്. ഇനി രോഹിത് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത പല പല കാര്യങ്ങളാണ്. മേളിൽ റൂമിൽ പോയിട്ട് കള്ളിൻ്റെ ബോധത്തിൽ അങ്ങ് എന്താണ് കട്ടിലിൽ കിടന്നങ്ങ് ഉറങ്ങുവാണ്. അപ്പം രോഹിത്തിനെ കാണുമ്പോൾ നമ്മൾ ശ്യാമ റൂമിൽ ചെന്നിട്ട് രോഹിത്തിനെ നോക്കുമ്പോൾ ശ്യാമയ്ക്ക് ഭയങ്കര പേടിയാവുകയാണ്. ഒന്നാമത്തെ കാര്യം തൻ്റെ മനസ്സിൽ ഒന്നാമത്തെ കുറ്റബോധം. പിന്നെ ആ എഴുതി വെച്ച കത്ത് യഥാർത്ഥ രോഹിത്ത് വായിച്ചു. രോഹിത്ത് അങ്ങനെയാണോ പപ്പിമോളുടെ കാര്യത്തിൽ സത്യം മനസ്സിലായി, അതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്. അല്ലെങ്കിൽ രോഹിത്ത് എന്തുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ രോഹിത്തിനെ ചതിച്ചു എന്നുള്ള കാര്യം പറയുന്നത്, ഈ വീട്ടിൽ എല്ലാം ചതിച്ചത് എന്താ പറയുന്നത്, രോഹിത്തിന് ഇത് എന്താ സംഭവിച്ചത് എനിക്കൊന്നും മനസ്സിലാവില്ല. ഇപ്പം ഞാനാണ് തെറ്റ് ചെയ്തെങ്കിൽ എന്നെ മാത്രം പറഞ്ഞാൽ പോരെ, പിന്നെ എന്തിനാ വിഷ്ണുവേട്ടനെ പോലും ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇതിൽ എന്താ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ശ്യാമയ്ക്ക് രണ്ടും എന്താണ് എന്താ ശരിയെന്നോ എന്താ തെറ്റെന്ന് നിർണ്ണയിക്കാൻ പറ്റില്ല. കാരണം തൻ്റെ കത്ത് കിട്ടിയിട്ടാണോ രോഹിത് ഇങ്ങനെ പെരുമാറിയത്, അല്ലാതെ പെരുമാറിയത് മനസ്സിലാകുമ്പോൾ ശ്യാമ മാറിപ്പോയി നിന്ന് കുഞ്ഞേച്ചി വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ, നീ സ്വന്തം കൈ കൊണ്ട് തന്നെ നിൻ്റെ ജീവിതം തല്ലിക്കെടുത്തോണോ ശ്യാമേ, നിനക്ക് എന്തിൻ്റെ കേടാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ എന്താണ് നമ്മുടെ ശ്യാമയെ വഴക്ക് പറയുമ്പോഴത്തേക്കും കുഞ്ഞേച്ചി ലാസ്റ്റ് എന്താണ് എന്നെ ഒന്നും പറയാതെ കുഞ്ഞേച്ചി എനിക്ക് തന്നെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ ലാസ്റ്റ് ശാലിനി പറയും, നീ ഇനിയിപ്പം ഭ്രാന്ത് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല, എങ്ങനെയെങ്കിലും നമുക്ക് പരിഹരിക്കാം. അപ്പോൾ പറഞ്ഞാൽ ശാലിനി ഫോൺ കട്ട് ചെയ്തിട്ട് ശ്യാമ ചോദിക്കുക, എന്തുവാണ് ഈ പ്രശ്നം എന്ന്, നിൻ്റെ മുഖം എന്താ വല്ലാണ്ടിരിക്കുന്നത്. ശ്യാമയുടെ കാര്യം അറിയിച്ചില്ല, രോഹിത് കള്ള് കുടിച്ചിട്ട് വന്നിട്ട് അവളെ ചതിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി. സത്യാമേനെയും വിഷ്ണുവിട്ടൊക്കെ വരെ ചീത്ത പറഞ്ഞ് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഇനി അതെന്ത് പുകരാൻ അറിയത്തില്ല. അവളൊരു കത്ത് എഴുതി വെച്ചില്ല, ആ കത്ത് ആരുടെ കയ്യിലാണ് കിട്ടിയെന്ന് അറിയാത്തതിൻ്റെ ടെൻഷനാണ് അവൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രോഹിത്തിൻ്റെ കൈ കിട്ടിക്കാണില്ല. രോഹിത്തിൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ രോഹിത്ത് ഇങ്ങനെ ചതിച്ചെന്ന് മാത്രം ആവത്തല്ലോ പറയുന്നത്, അവൻ എൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും പെരുമാറാനുള്ള സാധ്യതയുള്ളതെന്ന്. ശ്യാമയുടെ കാര്യത്തിനകത്ത് ഷാനി എന്താ സംഭവിച്ചതെന്ന് ഷാദ പറയും, മോളെ എന്നിരുന്നാൽ സത്യം നമുക്ക് എല്ലാ കാലത്തും മറച്ചു പിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഈ സത്യം എത്ര കാലം നമ്മളിങ്ങനെ മറച്ചു പിടിച്ചുകൊണ്ട് പോകുന്നോ, ഇതിങ്ങനെ നമ്മൾ ചെയ്യുന്നത് ശരി തന്നെയാണോ, അല്ല മോളെ ഇത് ഒരിക്കൽ എന്നിരുന്നാൽ സത്യം പകല് പോലെ എല്ലാവരുടെ മുന്നിലും വ്യക്തമായി വരും. അന്ന് നമ്മൾ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെ നമ്മൾ മറച്ചു വെച്ചോ ഇതെല്ലാം പുറത്ത് അറിയിപ്പിച്ച് നിവൃത്തിയുള്ളൂ. കാരണം ഇത് നിൻ്റെയോ ശ്യാമയുടെ മാത്രം ജീവിതത്തിൻ്റെ കാര്യമല്ല, രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതം കൂടെയാണ്. രണ്ട് പിഞ്ച് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഇവരെ എല്ലാവരുടെ ജീവിതത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ നിൻ്റെ അനിയത്തിയുടെ ജീവിതത്തിൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം ഈ കള്ളം എന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഷാനി, അത് നീ ഒന്ന് മനസ്സിലാക്കുന്നൊക്കെ പറയുമ്പോൾ അമ്മയും കൂടെ എൻ്റെ തലയ്ക്ക് ഇങ്ങനെ വട്ട് കെട്ടാൽ തന്നെ ഒന്നാമത് തന്നെ വട്ട് പിടിച്ചിരിക്കുന്നതെന്ന് ഷാനി അവിടെ നിന്ന് സ്കിപ്പ് ചെയ്തങ്ങ് പോവാണ്. പിന്നെ ഈ രോഹിത്ത് അവിടെ ഉറങ്ങാൻ കടന്നിരിക്കുന്നില്ല. ആ ഉറങ്ങാൻ കടന്നിരിക്കുന്ന രോഹിത്ത് പെട്ടെന്ന് അവിടെ നിന്ന് ചാടി എണീറ്റ് നമ്മുടെ പപ്പി മോളെ ദേഷ്യത്തിനകത്ത് എടുത്തോണ്ടെന്നറിയോ, എൻ്റെ മോളല്ല ഇവള്, നീ എൻ്റെതല്ലാത്തവൾ എൻ്റെ മോളാന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലം വളർന്നില്ലേ, നിന്നെ കാരണം ഈ പ്രശ്നമൊക്കെ പറഞ്ഞിട്ട് നേരെ എന്താണ് നീ എന്നെ ഇത്രയും കാലം ചതിച്ചത്, നീ ഒറ്റ ഒരാൾ കൊണ്ടല്ലേ ഞാൻ ഇത്രയും ചതിക്കപ്പെട്ടത്. എൻ്റെ അമ്മയ്ക്ക് ശേഷം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലും ഞാൻ സ്നേഹിച്ച
പപ്പിമോളായിരുന്നു. പക്ഷേ എൻ്റെ പപ്പിമോൾ എൻ്റെ അല്ലാന്ന് അറിയുമ്പം എന്നെ ഇത്രയും നാൾ കോമാളി വേഷം, ഒരു അച്ഛൻ്റെ കോമാളി വേഷം കെട്ടിച്ച് എൻ്റെ സ്നേഹം പിടിച്ച് പറ്റിയത് നീയല്ലേ? നീ ലോകത്ത് തന്നെ വേണ്ട എന്നതിന് നേരെ പപ്പിമോളെ എടുത്തുകൊണ്ട് എന്താണ് ഭയങ്കര ദേഷ്യത്തെ രൂപത്ത് എന്താണ് ആ ഒരു അവിടുത്തെ ഒരു വെല്ലമുണ്ടല്ലോ, സത്യഭാമയുടെ വീടിൻ്റെ ബാക്ക് വശത്ത് ആ വെല്ലിൻ്റെ ഭാഗത്തിലേക്ക് പോയിട്ട് നിന്നെ ഞാൻ എന്താണ് തീർക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിക്ക് അങ്ങ് ദേഷ്യപ്പെട്ടങ്ങ് ഇതാക്കുവാണ്. അപ്പോഴത്തേക്ക് രോഹിത് എന്താണ് അങ്ങനെ കൊച്ചിനെ അങ്ങോട്ടേക്ക് ഇതാക്കാൻ വരുമ്പോഴത്തേക്ക് എല്ലാവരും വരുവാണ്. അപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത് രോഹിത് കള്ളിൻ്റെ പുറത്താണ് ഈ ചെയ്തത്, ഇതിനകത്ത് ഇവന് കള്ളിൻ്റെ പുറത്ത് ഇവന് മുഴുത്ത വട്ടായെന്നൊക്കെ പറഞ്ഞത്. ലാസ്റ്റ് എല്ലാവരും പിടിച്ചുകൊണ്ട് മേടി വരുമ്പോഴത്തേക്കും തൻ്റെ ആ ഒരു ഹിപ്പി വെച്ചിരുന്നൊരു പേപ്പറുണ്ട്. ആ പേപ്പർ എന്ന് പറയുന്നത് ശ്യാം എഴുതിയ കത്തിൻ്റെ പേപ്പർ. അപ്പോൾ ആ പേപ്പർ എടുത്ത് കാണിച്ചിട്ട് ഇത് നീ സ്വന്തം നിൻ്റെ കൈപ്പട എഴുതിയതല്ലേ ശ്യാം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അപ്പോൾ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ഇതെന്താണ് ഇവൾ കൈപ്പട എഴുതി വെച്ച കാര്യം? ഇതെന്തായിരിക്കും? എന്തുകൊണ്ടാണ് ഇവന് ഈ കള്ള് കുടിച്ച് ഇത്രമാത്രം മോശമായിട്ട് പെരുമാറുന്നത്? അതിനു വേണ്ടി ശ്യാം എന്ത് തെറ്റാണ് ഇവനോട് ചെയ്തത് എന്നിട്ട് എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുമ്പോഴത്തേക്ക് രോഹിത് പറയുന്നുണ്ട്, നീ ഇതിൽ എഴുതി വെച്ചൊക്കെ കാര്യങ്ങൾ സത്യമല്ലേ ശ്യാമേ? അങ്ങനെ സത്യമാണ് ഈ പറയുന്ന പപ്പിയെ നീ പ്രസവിച്ചാണോ? പപ്പി നിൻ്റെ മോളാണോ? ശ്യാമ അവിടെ നിന്നങ്ങ് വിറയ്ക്കാണ്. കാരണം സത്യഭാമയുണ്ട്, അതുപോലെ വിഷ്ണുവേട്ടനുണ്ട്. അപ്പം എന്താ പറയണത് അറിയാതെ ഭയങ്കര ഞെട്ടിക്കുമ്പോഴത്തേക്കും രോഹിത് നീ എന്തൊക്കെ പിച്ചും പേയെ പറയുന്നത് സത്യമായിക്കുന്നത്? സത്യഭാമ മിണ്ടിപ്പോയില്ല. അവൾ പറയട്ടെ, അവളോടല്ലേ ഇത് നീ നിൻ്റെ കൈ കൊണ്ട് എഴുതിയ കത്തല്ലേ ശ്യാമ തരുമ്പോൾ ശ്യാമ അവിടെ നിന്ന് ശ്യാമയ്ക്ക് പേടി വരുമ്പോൾ ശ്യാമ ഒരു വിറയലുണ്ടല്ലോ, ശ്യാമ അവിടെ നിന്നങ്ങ് വിറയ്ക്കാണ്. അപ്പോഴത്തേക്കും രോഹിത് പറയുന്നത് നീ അഭിനയിക്കേണ്ട, നീയും നിൻ്റെ അമ്മയും നിൻ്റെ ചേച്ചിയും എല്ലാവരും നല്ല അഭിനേതാക്കളാന്നുള്ള കാര്യം എനിക്കിതോടെ മനസ്സിലായി. ഇത്രയും നാളെ എന്നെ എന്തിനാണ് ഇത്രയും വലിയൊരു വിഡ്ഢിവേഷം കെട്ടിച്ചത്? ഒരു അച്ഛൻ എന്ന വിഡ്ഢിവേഷം എന്നെ കെട്ടിക്കാനുള്ള എന്ത് ക്രൂരതയാണ് ഞാൻ നിന്നോട് കാണിച്ചത്? നിന്നെ നിർബന്ധിച്ച് നിന്നെ കഴുത്തി താലി കെട്ടിയതോ? അതാണോ നീ ഇന്നും വെച്ച് പുലർത്തുന്ന നിൻ്റെ പക? നിനക്കറിയത്തില്ലേ, എൻ്റെ അമ്മയ്ക്ക് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച വ്യക്തി എന്ന് പറയുന്നത് നീ. പിന്നെ അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ പപ്പിമോളും വന്നപ്പം അന്നേരമാണ് ഞാൻ യഥാർത്ഥ സന്തോഷം അനുഭവിച്ചത്. ആരുമില്ല എന്ന് തോന്നി എൻ്റെ സന്തോഷം നിങ്ങളായെന്ന് നിനക്കറിയത്തില്ലേ? നിന്നെക്കാളും ഇത്രയും ബഹുമിടുക്കി ചതിക്കാൻ ആ പെണ്ണെന്ന വർഗ്ഗം ചതിക്കാൻ പഠിച്ചിട്ടുള്ളതാണല്ലോ. നീ മാത്രമാണോ ഇന്ന് വരെ ചതിക്കാത്തവരായിട്ട് ആരിയിരിക്കുന്നത്? ഓരോ പെണ്ണും ചതിയത്തേന്ന് നേരെ സത്യഭാമയുടെ മുഖത്തേക്കും കൂടെ നോക്കുമ്പോൾ സത്യഭാമയ്ക്ക് ഒന്നും മനസ്സിലാക്കാം. കാരണം ഈ മോനെ വെച്ച് സംസാരിച്ച് എന്നെ നോക്കുന്നതെന്നൊന്നും മനസ്സിലാക്കി സത്യഭാമ അവിടെ നിൽക്കുന്നെങ്കിലും നമ്മളെ വിഷ്ണുവിന് ഇതിനകത്ത് എന്തൊക്കെയോ ഭയങ്കര സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതായിട്ടൊക്കെ മനസ്സിലാകും. രോഹിത് നീ നീ കള്ളിൻ്റെ പുറത്ത് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി എന്തൊക്കെയാണ് നീ കാണിച്ചു വിടുന്നതിന് നമ്മുടെ രോഹിത്തിനെ പിടിക്കുകയാണ്. വിഷ്ണു ബ്രോനെ തൊടണ്ട, വിഷ്ണു ബ്രോ അതിനേക്കാളും വലിയ മണ്ടനാണ്. പിന്നെ വിഷ്ണു ബ്രോയും ഞാൻ കുറ്റം പറയത്തില്ല, നിങ്ങൾ എല്ലാവരും കുറിച്ച് എല്ലാവരും വിഡ്ഢിവേഷം കെട്ടിക്കുന്നതിനകത്ത് പ്രധാന വ്യക്തി നിങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ നേരെ ചാടി കളിക്കണം. അപ്പോഴത്തേക്കും ശ്യാമെടുത്ത് പറയുന്നത് നിന്നോടാണ് ചോദിച്ചത്. പിന്നെ ശ്യാമ ഒരു കാര്യം പറയട്ടെ, ഞാൻ വിചാരിച്ച സുസ്മിതയാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ ഭൂലോക ഫ്രോഡായ ഒരു തരികിടന്ന്. പക്ഷേ അവളൊന്നും അല്ല. നീയും നിൻ്റെ അമ്മയും നിൻ്റെ കുഞ്ഞീച്ചയുണ്ടല്ലോ ആ കളക്ടർ ബുദ്ധിയുള്ള അവൾ, നിങ്ങളൊക്കെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ ചതിക്കാനും വഞ്ചിക്കാനും പഠിച്ചുള്ളത്. അപ്പം ശ്യാമ നിന്നങ്ങ് വിയർക്കുക. നീ എന്നെ എന്തായാലും പറ്റിച്ച് വിഡ്ഢിയാക്കിയതൊക്കെ കൊള്ളാമെന്ന് പറഞ്ഞ് രോഹിത് അവിടെ എന്താണ് നിൻ്റെ മോളല്ലല്ലോ പപ്പി, നീ ഇന്ന് വരെ വെച്ചിരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാം പൊള്ളയല്ലേ ശ്യാമേ? സത്യം തുറന്ന് പറ, ഇനിയെങ്കിലും പറ ശ്യാമ എന്ന് പറയുമ്പോഴത്തേക്ക് ശ്യാമ അവിടെ പേടിച്ച് വരച്ച് നിന്ന് ശ്യാമ അമ്മോ എന്ന് വിളിച്ചിട്ട് എണീക്കുന്നതാണ് കാണിക്കുന്നത്. കാരണം ശ്യാമ ഇത്രയും നേരം കണ്ട സ്വപ്നമായിരുന്നു ഈ പപ്പി മോളെ കൊണ്ടുപോകുന്നത് കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെ. അപ്പം ഇത് തന്നെ കാണിക്കാനായിട്ട് ഇതൊരു 2 ദിവസം 3 ദിവസം എടുക്കും. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ DNA റിപ്പോർട്ടിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ രോഹിത്തിന് ഭയങ്കര എന്താണ് പപ്പിമോൾ തൻ്റെ മകളല്ല, താൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പപ്പിമോൾ എന്നൊരു ഭയങ്കര ഒരു സ്റ്റാൻഡ് വരുമ്പോഴത്തേക്ക് ശ്യാമയ്ക്ക് 6 മുന്നിൽ നിന്ന് ന്യായീകരണം പറയാൻ വയ്യ. അപ്പോഴത്തേക്കും ലാസ്റ്റ് സത്യമ്മക്ക് തീരുമാനിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവൻ്റെ ഈ മനസ്സിൽ തോന്നിയ കാര്യം ചന്ദ്രബോസിനെ കൊടുക്കുന്നത് കള്ള് കുടിച്ചവൻ തോന്നിയ വിഷയമല്ലേ. ചന്ദ്രബോസ് കള്ള് ഒഴിച്ച് കൊടുത്തിട്ട് സുസ്മിത ഈ വന്ന് കൂടെ പപ്പി ഈ വീട്ടിലെ മോളല്ല എന്ന് പറയുന്ന പ്രഖ്യാപനം ചിറ്റപ്പനെ നടത്തി കാണാം. രണ്ടും ഒരു വകയിലെ സാധനമല്ലേ. അത് നടത്തി കയറ്റിയ കള്ളിൻ്റെ അപ്പുറത്ത് അവൻ്റെ തലയിൽ ഭയങ്കരമായിട്ട് അത് ആഴത്തി പതിഞ്ഞ പോയിൻ്റാണ് അവൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഒരു DNA ടെസ്റ്റ് തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തീരുന്നിട്ട് നമ്മുടെ വിഷ്ണു എന്താണ് DNA ടെസ്റ്റ് എടുത്ത് വെക്കുകയാണ്. അപ്പം DNA ടെസ്റ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് എടുത്തത് റിപ്പോർട്ടൊക്കെ കിട്ടി. ആ റിപ്പോർട്ട് എന്താണ് ശ്യാമയുടെ കട്ടിനകത്തിരുമാണ്. രോഹിത് അതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് കാണാൻ വേണ്ടി വന്നത്. അപ്പം ശ്യാമ ആദ്യം ഈ റിപ്പോർട്ട് കണ്ട് രോഹിത് വാതിൽ നിന്ന് നോക്കിയിട്ടുണ്ട്. ശ്യാമ എന്ത് ചെയ്യും, ഈ റിപ്പോർട്ട് ആരെങ്കിലും കണ്ടു കാണോ, ആരെങ്കിലും കാണുന്നതിന് മുന്നേ തന്നെ ഇത് കീറിക്കളയണം, കിട്ടിയില്ല എന്ന് പറയണം. എന്ന് ശ്യാമ നേരെ ആ റിപ്പോർട്ടിനെ വലിച്ച് കീറി നുള്ളിൽ കയറി ചുരുട്ടി എന്താണ് കളയാൻ നിൽക്കണം. അപ്പോഴത്തേക്കും രോഹിത് വന്നിട്ട് ആ റിപ്പോർട്ടിനെ പിടിച്ചിട്ട് ആ ചുരുട്ടിയ റിപ്പോർട്ടിനെ തുറന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും അവർ രണ്ടുപേരും തന്നെ അടിപിടിയായിട്ട് രോഹിത്തിന് ആ റിപ്പോർട്ട് കൈ കിട്ടത്തില്ല. അനുവിനെ രോഹിത് പറയും, ഇടി നീ കള്ളത്തരങ്ങളുടെ മേലിൽ കള്ളത്തരം ചെയ്തുകൊണ്ടിരിക്കില്ലേ, നീ പറയടി നിൻ്റെ മോളാണോ പപ്പി എൻ്റെ മോളാണോ? അല്ലല്ലോ. അതറിയാവുന്ന കൊണ്ട് ആ റിപ്പോർട്ട് നീ നശിപ്പിക്കുമല്ലോ ശ്യാമ, എന്തിനാ എന്നോട് ഇങ്ങനെ കാണിക്കുന്നതിന് ശ്യാമൻ ദേഷ്യപ്പെട്ട് ലാസ്റ്റ് രോഹിത്തിൻ്റെ വായെന്നറിയാം, നീ സത്യം പറ, പപ്പി എന്ന് പറയുന്നത് നമ്മുടെ മോളല്ലല്ലോ, പപ്പി എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ മോളല്ലേ, വിഷ്ണുവിൻ്റെ മകളല്ലേ പപ്പി എന്ന് പറയുമ്പോഴത്തേക്കും വിഷ്ണു കറക്റ്റ് ആ സമയത്താണ് ഈ അവരെ ഡോറിൻ്റെ അവിടെ സൗണ്ട് കേട്ടിട്ട് ഇവർ വീണ്ടും പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ആ സൗണ്ട് കേട്ടിട്ട് അങ്ങോട്ടേക്ക് സോൾവ് ചെയ്യാൻ വന്ന വിഷ്ണു കേൾക്കുന്നത് താൻ ഇന്ന് വരെ പ്രതീക്ഷിക്കാത്ത ആ വലിയൊരു സത്യമാണ്.
തൻ്റെ മകളാണെന്ന് പപ്പി എന്നൊരു കാര്യം രൂഹത്തിൻ്റെ വായിൽ നിന്നാണ് നമ്മുടെ വിഷ്ണു ആദ്യമായിട്ട് അറിയുന്നത്. അപ്പോൾ ഇതൊക്കെ കാണിച്ചാണ് ഇനി അങ്ങോട്ടേക്ക് വരുന്ന അടുത്ത ഒരാഴ്ചത്തെ എപ്പിസോഡ് പോകുന്നത്. അപ്പോൾ എല്ലാവരും കാണും. ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ കമൻറ്റ്സ് ഷെയർ ചെയ്യാൻ ആരും മറക്കണ്ട. ബൈ.